So, Sanju ആയിരിക്കും പുതിയ project manager. And he has to take charge from next month. Hope I'm clear? Yes, sir. And one more thing. Sanjuവിന് ജർമ്മനിക്ക് പോകാൻ വേണ്ട travel arrangements പെട്ടെന്ന് തീർക്കണം. We don't have much time. Sure. Any other doubts? No, sir. Good morning. Morning. Good morning. Morning. Good morning, Divya. ഗുഡ് മോർണിംഗ് ഷേർലി. എവിടെയാണോ തന്റെ വാനരപ്പട? ഇവന്മാരിതുവരെ എത്തിയില്ലേ? ഹലോ മോനെ സഞ്ജു, സമയം 9 കഴിഞ്ഞു. ഇന്ന് വർക്കിംഗ് ഡേ ആ. ഓക്കേടാ, സീ യു. ഞാൻ വരാം. അവന്റെ ഒരു ഉറക്കം. എഴുന്നേക്കടാ കോപ്പേ. മോർണിംഗ്. 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 ഹായ് ഷെർലി. ചക്കരേ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓവർ ആക്കല്ലേടാ. കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ആ HR മാനേജർ കലിപ്പാക്കിയനെ. അത് തന്നെ, അങ്ങനെ ചോദിക്കുമാരോട്. അത് ശരി. അപ്പൊ ഞങ്ങൾക്കായി കുറ്റം. മൂത്രം ഒഴിക്കാൻ പോയി അലാറം ഓഫ് ചെയ്ത് നീ അല്ലടാ. ഇതൊക്കെ എന്തോന്ന്, കഴിഞ്ഞ മാസത്തെ ഓർമ്മയില്ലേ? അവസാനം പോകേണ്ട ട്രെയിൻ വരെ എനിക്ക് മിസ്സായി. എങ്ങനെ എടോ പട്ടരെ, നീ കുടിച്ച് കിണ്ടായി കിടന്നത് എന്റെ കുറ്റം കൊണ്ടാ? അല്ലേ അല്ല, ആവശ്യം നിന്റെ. അതുകൊണ്ട് തന്നെ മൊബൈലിൽ അലാറം വെക്കേണ്ടതും നീ തന്നെ, അല്ലാതെ എന്റെ മെക്കെട്ട് കയറല്ല വേണ്ടത്. അവന്റെ മൊബൈൽ അലാറം നീ ഓഫ് ചെയ്ത കാര്യം തന്നെ ഞാൻ പറഞ്ഞേ. അളിയോ ധാരാ പറഞ്ഞേ നോക്ക്. വീടടാ നിഹാസ്, ഒന്നുമില്ലെങ്കിലും ഇവന്റെ പഴയ ഡാർലിംഗ് അല്ലേ അവള്. എന്നാലും ഇന്നലെ നീ ഞങ്ങളെ വിട്ട് നേരത്തെ പോയി കളഞ്ഞല്ലേ? വി ഹാർട്ട്. അയ്യടാ, ഇന്നലെ എപ്പ തീർന്നു കലാപരിപാടികള്? ഓഹോ, അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നോ കലാപരിപാടികൾ? Sir, we have a bad news. നല്ല ഡ്രസ്, കംപ്ലീറ്റ് വലയാണല്ലോ. ആണെങ്കിൽ നമുക്ക് വൈകിട്ട് മീൻ പിടിക്കാൻ പോയല്ലോ. പോടാ. കഷ്ടം, വയസ്സ് 10-30 ആയില്ലടാ. ഇനിയെങ്കിലും നന്നായിക്കൂടെ? ഞാനതങ്ങ് അല്ല, ഞങ്ങൾ അതങ്ങ് സഹിച്ചു. ഹലോ. ആ സാർ, 1 സെക്കൻഡ് സാർ. സഞ്ജു, HR മാനേജർ. സർ. ഷുവർ സർ. എന്താടാ? അങ്ങോട്ടൊന്ന് ചെല്ലാൻ. ഹായ് അപ്പു. ഏവനിതെന്തു? ഈ കമ്പനിയിൽ ഇങ്ങനെ ഒരു സംഭവം ഇതാദ്യമായിട്ടാണ്. അവർ കമ്പനി റെപ്യൂട്ടേഷൻ ഈസ് അറ്റ് സ്റ്റേക്ക്. സഞ്ജുവിന് പറയാനുള്ളത് കൂടി കേട്ടാൽ മാത്രമേ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. സോ പ്ലീസ് സ്പീക്ക് അപ്പ്.
ഞാനല്ല സർ ഇത് ചെയ്തത്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ദിസ് ഹാപ്പൻഡ്. സഞ്ജുവിന്റെ കമ്പനി ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് ഇമെയിൽ ക്ലയന്റിന് പോയത്. ദ വേഴ്സ്റ്റ് ഇസ് ദാറ്റ് തീരെ മോശമായ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആൻഡ് യു നോ ഇറ്റ് വെൽ സഞ്ജു. എല്ലാ വർഷവും കമ്പനിക്ക് 30% കൂടുതൽ റവന്യൂ കിട്ടുന്ന സോഴ്സാണ് ഈ ക്ലയന്റ്. എനിക്കറിയാം സർ, ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ്. ബട്ട് ഇറ്റ്സ് നോട്ട് മീ. പ്ലീസ് ട്രസ്റ്റ് മീ. റിലാക്സ് സഞ്ജു. ഇറ്റ് മേ നോട്ട് ബി യു ആൻഡ് ഐ നോ യു ആസ് എ പേഴ്സൺ. തന്റെ ക്രെഡിബിലിറ്റിയെ ഞാൻ സംശയിക്കുന്നില്ല. ബട്ട് കമ്പനിയുടെ സെക്യൂരിറ്റി പോളിസിയാണ് വയലേറ്റ് ആയിരിക്കുന്നത്. ഗിരീഷ് സർ, വാട്ട്സ് അവർ ഇമ്മീഡിയറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ? ഈ മെയിൽ പോയി സോഴ്സ് കണ്ടുപിടിക്കണം സർ. IT ടീം എന്തു പറഞ്ഞു? ഒന്നെങ്കിൽ സഞ്ജുവിന്റെ മെയിൽ ഐ ഡിയുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്ന്, അല്ലെങ്കിൽ സഞ്ജുവിന്റെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ആയിരിക്കണം ഈ മെയിൽ പോയിട്ടുള്ളത്. ദാറ്റ് ദേ നീഡ് ടു ട്രേസ് ഔട്ട്. By when? In the next 48 hours. Fine. Okay, Sanju. Let the IT team investigate. പക്ഷേ ഇത് സോർട്ട് ഔട്ട് ആകുന്നവരെ you should not come to the office. A cup of coffee? Sure. കൃഷ്ണേട്ടാ, 2 കോഫി. ശരി സാർ. മെയിൽ എപ്പോഴാ ക്ലയന്റിന് പോയത്? Around 10:30 PM. IST? ആ സമയത്ത് നീ എവിടെ ആയിരുന്നു? ഞങ്ങളെല്ലാരും എന്റെ ഫ്ലാറ്റിലുണ്ടായിരുന്നു. We were having a get together. ആരൊക്കെ? Cheers to a six pack. Cheers. എന്തുകൊണ്ട് തീറ്റാടിയത്? 2 മാസം കഴിഞ്ഞാലേ നിന്റെ കല്യാണ, അല്ലാണ്ട് കബഡി കളിയല്ല. നീയല്ലല്ലോ എന്നെ കേട്ടെന്ന് പോട ചക്ക. അല്ലല്ലയോ, നിന്റെ പുതിയ ലൈൻ എന്തായി? അതൊക്കെ എന്നേ ക്ലിയർ ആയി കാണുമല്ലോ. അല്ലടാ കള്ള. ഈ കേസിലെങ്കിലും നീ സീരിയസ് ആണാടാ? എന്ത് ഭാഷയാടത്? കേസ്, ലൈന്. ഓ, ഇത്രയൊക്കെ സ്റ്റാൻഡേർഡേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇത് ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. നീ സീരിയസ് ആണോ? അത് പറ. എടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു ഫ്ലേർട്ടൊന്നുമല്ല. ഒരു പെണ്ണിനെയും കെട്ടി സെറ്റിൽ ആവണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ വിശക്കുന്നുണ്ടെന്ന് കരുതി വിഷം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓൾറൈറ്റ് ഗൈസ്, ഞാൻ ഇറങ്ങുവാ. ഇറ്റ്സ് ലേറ്റ്. പിസോട് വെച്ചിട്ട് കൂടി കണ്ടല്ലേ? എന്തോന്നാണ് ഇത്? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകും. അയ്യോ വേണ്ടായേ, സമയം ഇപ്പൊ തന്നെ 9. എനിക്ക് നാളെ ഹോസ്റ്റലിൽ കയറാനുള്ളതാ. എന്തോ പോയി കിടക്കണ ചക്ക. ബൈ ബൈ. Good night. Good night. ഇൻട്രസ്റ്റിംഗ് ടീം. ഷെയറിൽ പോയപ്പോ സമയത്ര കാണും? ഒരു 9 കാണും. അത് കഴിഞ്ഞ്
ആരുടെ ആയിരുന്നു കോൾ? അച്ഛന്റെ. കല്യാണക്കാരുമായിരിക്കും അല്ലേ? കോൾ കഴിഞ്ഞിട്ട് എനിത്തിങ് അൺയൂഷ്വൽ? ഇല്ല, അത് കഴിഞ്ഞ് വി ഓൾ ഹാഡ് ഡിന്നർ. ഒരു 12 മണി ആകാറായപ്പോ ഞങ്ങൾ എല്ലാവരും കിടന്നു. ഈ അച്ഛന്റെ കോളുന്ന സമയത്ത് ലാപ്ടോപ്പിൽ മ്യൂസിക് നിർത്താറായിരുന്നു? ഐ എം നോട്ട് ഷുവർ. അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പ് ആരെങ്കിലും ഉപയോഗിച്ചായിരുന്നോ? ഇല്ല, ഇറ്റ് വാസ് സ്വിച്ച്ഡ് ഓഫ്. ആർ യു ഷ്യൂർ? യെസ്. പിറ്റേന്ന് രാവിലെ ഞാനാണ് ലാപ്ടോപ്പ് വീണ്ടും ഓൺ ചെയ്തത്. അതൊക്കെ പോട്ടെ, ഓഫീസിൽ IT ടീമിന് ഇൻവെസ്റ്റിഗേഷനോ കഴിഞ്ഞു? ദേ ആർ ഓൺ ദ ജോബ്. You seem to be disturbed. Worried about your ex-boyfriend. Is that so? സഞ്ജു ഒരിക്കലും എന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നില്ല. അവൻ എന്റെ എക്സ് ക്രഷ് മാത്രമായിരുന്നു. നാളെ ഏതായാലും സിഇഒ സഞ്ജുവിനെ കാണുന്നുണ്ട്. സാറിന് എന്ത് തോന്നുന്നു? നമ്മുടെ തോന്നലുകളല്ലല്ലോ മാനേജ്മെന്റ് തീരുമാനം. സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം വേറെ ആരെങ്കിലും അറിഞ്ഞു കാണുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. MDക്കും മേനോൻ സാറിനും നമ്മൾ 2 പേർക്കും അല്ലാതെ വേറെ ആർക്കും ഇതേപ്പറ്റി അറിയാൻ ഒരു ചാൻസും ഇല്ല. വർഷ ഇതാരോടും പറഞ്ഞല്ലോ അല്ലേ? നോ സർ, യു ക്യാൻ ട്രസ്റ്റ് മീ. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട്സ് ഇൻ സ്റ്റോർ ഫോർ സഞ്ജു. ഇനി എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? നേരെ പോയി പോലീസ് കേസ് കൊടുക്കണം. അല്ലാതെന്താ? പോലീസിൽ അറിയിച്ചാൽ ആദ്യം ജയിലിൽ പോകുന്നത് നിങ്ങൾ 5 പേരായിരിക്കും. മെയിലിൽ പോയത് സഞ്ജുവിന്റെ ലാപ്ടോപ്പിൽ നിന്നാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ആ പാർട്ടി നടന്ന സമയത്ത് ടെക്നിക്കലി സ്പീക്കിംഗ് ആ മെയിലിൽ പോയ IP അഡ്രസ്സും സർവീസ് പ്രൊവൈഡറിന്റെ MAC ഐഡിയും എല്ലാം സഞ്ജുവിന്റെ ലാപ്ടോപ്പുമായിട്ടാണ് ലിങ്ക്ഡ് ആയിരിക്കുന്നത്. പിന്നെ ആകെ കൂടി ഉണ്ടായിരുന്ന പ്രതീക്ഷ ലാപ്ടോപ്പിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ആക്ടിവിറ്റി ലോഗായിരുന്നു. അറ്റ്ലീസ്റ്റ് അതുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ലാപ്ടോപ്പിൽ നടന്ന എല്ലാ കാര്യങ്ങളും ട്രേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. But even that was deleted. ഇത് ചെയ്തത് ആരാണെങ്കിലും I just love the execution. It is foolproof and spot on. അന്ന് സഞ്ജുവിന് കോൾ വന്നപ്പോ ലാപ്ടോപ്പിൽ മ്യൂസിക് നിർത്തി ആരായിരുന്നു? ഞാനേട്ടാ. വിക്ടർ മ്യൂസിക് മാത്രമേ നിർത്തിയുള്ളൂ അതോ ലാപ്ടോപ്പ് സ്വിച്ച് ഓഫ് ചെയ്തോ? ആദ്യം ഞാൻ മ്യൂസിക് നിർത്തി. അപ്പൊ കിഷോറാ പറഞ്ഞ് ലാപ്ടോപ്പ് സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പൊ സമയം 10:30 കഴിഞ്ഞിരുന്നു. ഫ്ലാറ്റ് ആയതുകൊണ്ട് അടുത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞത്. എന്താ ഏട്ടാ? നീ പാരന്റ്സിനെ അറിയിച്ചോ? ഇല്ല, അവരെങ്ങനെ പറഞ്ഞ അടുത്ത ഫ്ലൈറ്റിന് കുറ്റിയും പറഞ്ഞു പോരും. ഒറ്റ മോനല്ലേ. ആരും കളിയാക്കില്ല വെച്ചാ ഞാനൊരു കാര്യം പറയാം. നീ ആദ്യം പറ. നമുക്ക് ഏതെങ്കിലും ഒരു ജ്യോതിഷനെ കാണാം. വല്ല സമയദോഷാണേലോ. നമ്മുടെ നാട്ടിൽ ആർക്കും ലോജിക്ക് വേണ്ടല്ലോ, എല്ലാവർക്കും മാജിക്ക് മതി. അതുകൊണ്ടാണല്ലോ ഇവിടെ സയന്റിസ്റ്റിനെക്കാളും കൂടുതൽ സ്വാമിമാർക്ക് നല്ല ഡിമാൻഡ്. എടോ തന്നെ കളിയാക്കണമെന്ന് പറഞ്ഞതല്ല, ഇത് മന്ത്രമോ മായമോ കൊണ്ട് ചെയ്ത ക്രൈമല്ല. This was a smart move by someone very smart. And to catch him, we need to be smarter. That's it. എന്താ നിന്റെ അടുത്ത പ്ലാൻ? Thank you. You're welcome. Enjoy your drink, sir. എവിഡൻസ് എല്ലാം സഞ്ജുവിന് എഗൻസ്റ്റ് ആണ്. ഇത് നടന്നത് നമ്മുടെ ഓഫീസ് നെറ്റ്വർക്കിൽ അല്ലാത്തതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി IT ടീമിനും പ്രത്യേകിച്ചൊന്നും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. MDയോട് തന്നെ ടെർമിനേറ്റ് ചെയ്യാതിരിക്കാൻ
ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി. ബട്ട് ഹി വാസ് നോട്ട് കൺവിൻസ്ഡ്. തന്റെ കാലിബർ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ കമ്പനിക്ക് നിലനിൽപ്പാണ് പ്രധാനം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആ ക്ലയന്റിനെ ഒന്ന് കൺവിൻസ് ചെയ്യാനായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ശരിക്കും ഉറങ്ങിയിട്ട് തന്നെ 3-4 ദിവസമായി. ഒരു കാര്യത്തിൽ സഞ്ജു ലക്കിയ. തന്നോട് MD-ക്ക് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുകൊണ്ട് കമ്പനി തനിക്കെതിരെ ലീഗൽ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. സഞ്ജുവിനോട് MD-ക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. Hope you're comfortable, sir. Yeah, very fine. Thank you. നമുക്ക് ഈ ഇഷ്യൂ ഇവിടെ വെച്ച് മറക്കാം. തനിക്കറിയാലോ, കമ്പനി ഇപ്പൊ ഗ്രോ ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ. ഈ സമയത്ത് ഇതുപോലുള്ളൊരു ന്യൂസ് പുറത്തിറങ്ങിയാൽ അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഐ അണ്ടർസ്റ്റാൻഡ്. ഞാനായിട്ട് ഒരു പ്രോബ്ലം കമ്പനിക്ക് ഉണ്ടാവില്ല. ഇറ്റ്സ് മൈ വേർഡ്. താങ്ക് യു സഞ്ജു. നമ്മളവിടെ ഉണ്ടായിരുന്നപ്പോ ഇതെങ്ങനെ നടന്നളയാ? എനിക്കതാ മനസ്സിലാവാത്തത്. നീ എന്ന് സഞ്ജുവിന്റെ ലാപ്ടോപ്പ് മര്യാദയ്ക്ക് ഓഫ് ചെയ്തോ? അതൊക്കെ അവൻ ചെയ്തു. നിനക്കെങ്ങനെ അറിയാം? പിറ്റേന്ന് രാവിലെ എന്റെ മെയിൽ ചെക്ക് ചെയ്യാൻ സഞ്ജു തന്നെയാ ലാപ്ടോപ്പ് ഓണാക്കി തന്നെ. ആ HR എക്സിക്യൂട്ടീവ് പെണ്ണില്ലേ വർഷ, എനിക്ക് അവളുടെ മേലൊരു സംശയമുണ്ട് കേട്ടാ. അതെന്തിനാ? അവളുടെ ഒരു നോട്ടവും പുച്ഛഭാവത്തിലുള്ളൊരു ചിരിയും എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. അവൾ അങ്ങനൊന്നും ചെയ്യില്ല. എനിക്കറിയാം അവളെ. ഓ ഫെമിനിസം. പറയാൻ പറ്റില്ല, അവന്റെ പഴയ ലൈനല്ലായിരുന്നു. അവന്റെ ലൈനല്ല, അവളുടെ വൺ സൈഡ് പ്രേമം എന്ന് പറ. ഏതായാലും ആനന്ദേട്ടൻ നോക്കുന്നുണ്ടല്ലോ. IT സെക്യൂരിറ്റി ഫീൽഡിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. പിന്നെ സഞ്ജുവിന്റെ കസിനും എന്തെങ്കിലും തെളിയായിരിക്കില്ല. എന്ത് തെളിയാൻ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, ഒന്നും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വിച്ച് ഓഫ് ആയിരുന്ന ലാപ്ടോപ്പിൽ നിന്ന് ആരും അറിയാതെ ഒരു മെയിൽ പോകുന്നു. സ്ട്രേഞ്ച് ആൻഡ് സർപ്രൈസിങ്. നല്ലൊരു ത്രില്ലർ ഫിലിമിന്റെ ഫീൽ ഉണ്ടല്ലേ? നിനക്ക് കോള് വന്നതിനും നീ കോള് കട്ട് ചെയ്തതിനും ഇടയിലാണ് മെയിൽ പോയത്. I mean, between 10:30 and 10:35 p.m. in a span of 5 minutes. ഈ കിഷോറും വിക്ടറും ബാക്കിയുള്ളൊരു ഫ്രണ്ട്സ് ആയിട്ട് എത്ര നാളായി? ഈ കമ്പനി ജോയിൻ ചെയ്തപ്പോൾ മുതൽ, ടു ബി പ്രിസൈസ്, ഫോർ പാസ്റ്റ് 4 years. അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നതിൽ ആരെങ്കിലും നിനക്ക് സംശയമുണ്ടോ? ഐ ഡോണ്ട് നോ ചേട്ടാ. ഐ ട്രസ്റ്റ് them. ഇനിയിപ്പോ അവരാണെങ്കിൽ തന്നെ വി ഡോണ്ട് ഹാവ് എനി എവിഡൻസ്, റൈറ്റ്? ഹേയ് റിലാക്സ്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പോലീസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണോ? വേണ്ട ചേട്ടാ, ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ നൗ. ഐ വിൽ വെയിറ്റ് ഫോർ മൈ ഡേ. എന്തെങ്കിലും ഒരിക്കൽ ഇത് ചെയ്ത് ആരാണെന്ന് നമ്മൾ അറിയാതിരിക്കില്ലല്ലോ. ഞാനേ പറയാൻ മറന്നു, നമ്മുടെ റോയ് വിളിച്ചിരുന്നു. നമ്മുടെ പഴയ പാലക്കാര അച്ചായനെ. അവനിപ്പോ ഫുൾ സെറ്റപ്പിലാ. സ്വന്തമായിട്ട് വലിയ കമ്പനിയൊക്കെ ഉണ്ട്. നിന്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ ഒന്ന് പോയി കാണണം. ശരി സർ. കമിൻ ഗിരീഷ്, ടേക്ക് യു സീറ്റ്. MD ഇപ്പൊ വിളിച്ചിരുന്നു. ഈ വീക്കെൻഡ് പുള്ളി വരുന്നുണ്ട്. വരുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ പുതിയ പ്രോജക്ട് മാനേജറെ സെലക്ട് ചെയ്യണമെന്ന അൾട്ടിമേറ്റം. അങ്ങേർക്ക് അവിടെ ഇരുന്ന് എന്തു വേണേലും പറയാം. തലവേദന മുഴുവൻ നമുക്കല്ലേ. പുതിയ പ്രോജക്ട് മാനേജർ പോസ്റ്റിലേക്ക് ഗിരീഷ് ആരുടെ പേരാണ് സജസ്റ്റ് ചെയ്യുന്നത്? സർ അത് ദാറ്റ്സ് ഫൈൻ ഗിരീഷ്, യു ക്യാൻ ബി ഫ്രാങ്ക്. യു ആർ ദി HR മാനേജർ. whom do you suggest? ആളെയാ പറ. എന്നാ ജോയിനിങ് ഡേറ്റ്? തീരുമാനിച്ചില്ല. മിക്കവാറും ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യും. കഴിഞ്ഞു. എന്തായാലും ഇത്ര പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി കിട്ടിയില്ലേ? ചേട്ടന്റെ സ്കൂൾമേറ്റ് ആയിരുന്നു റോയ്. ബാക്കിയെല്ലാം എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. നിന്റെ സമയം തെളിഞ്ഞളിയാ. പിന്നെ റോയുടെ കമ്പനിയിൽ കുറച്ച് വേക്കൻസീസ് ഉണ്ട്. ആരെങ്കിലും ഉണ്ടേ റെഫർ ചെയ്യണം. അതിനെ പറ്റി നീ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ശമ്പളം കൂട്ടിയില്ലെങ്കിൽ ഞങ്ങളെല്ലാരും അങ്ങോട്ട് തന്നെ. നിന്റെ ട്രീറ്റ് നമുക്ക് അവന്മാരുടെ ബർത്ത്ഡേ ഒന്ന് കൂടാ. അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നല്ല കാലിബറുള്ള പയ്യനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ,
വകയിലൊരു അനന്തരവന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഏറ്റുപോയില്ലേ? എന്നെ കൊണ്ടാകുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് യു വുഡ് ഗെറ്റ് യുവർ ബർത്ത്ഡേ ഗിഫ്റ്റ് ടുമോറോ. ചിയേഴ്സ്. താങ്ക്സ് അങ്കിൾ. താങ്ക് യു സോ മച്ച്. ചിയേഴ്സ്. മൈ പ്ലഷർ. സഞ്ജു MD-ക്ക് അവനെ ജോലി തിരിച്ചെടുക്കാനായിരുന്നു പ്ലാൻ. പുറത്ത് ചാടിക്കാൻ പെട്ട പാട് എനിക്കല്ലേ അറിയൂ. അതും സ്മൂത്ത് ആയിട്ട്, ലൈക്ക് ദിസ് ഡ്രിങ്ക്. പിന്നെ HR മാനേജർ, പുതിയ പ്രോജക്ട് മാനേജർ പോസ്റ്റിലേക്ക് ഗിരീഷ് ആരുടെ പേരാണ് സജസ്റ്റ് ചെയ്യുന്നത്? ദാറ്റ്സ് ഫൈൻ ഗിരീഷ്. യു ക്യാൻ ബി ഫ്രാങ്ക്. യു ആർ ദി HR മാനേജർ. ഹൂം ഡു യു സജസ്റ്റ്? ഐ സജസ്റ്റ് നമ്മുടെ ശ്യാം അല്ലേ? എക്സലന്റ്. ഞാനും പുള്ളിയാ ഉദ്ദേശിച്ചത്. നല്ല ടാലന്റ് ഉള്ള പയ്യനാ. ഗുഡ് വൺ ഗിരീഷ്. ബട്ട് കീപ് ഇറ്റ് കോൺഫിഡൻഷ്യൽ ടിൽ വി സ്പീക്ക് ടു MD. ഷുവർ സർ. അവന്റെ മനസ്സിൽ മറ്റവളായിരുന്നു, ആ ഷേളി. യു ഷുഡ് ഹാവ് ബീൻ ഇൻ പോളിറ്റിക്സ്. ദാറ്റ് സൂട്ട്സ് യു ബെറ്റർ. എടാ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഇപ്പൊ ഭരിക്കുന്നത് 2 ടീമുകളാ. ഒന്ന് രാഷ്ട്രീയക്കാരും മറ്റൊന്ന് കോർപ്പറേറ്റ് ലോകവും. അതിലൊന്നിൽ ഈ മാമൻ 10-20 കൊല്ലം പയറ്റിയതാ. അതുപോരെ. എന്റെ ടെൻഷൻ MD സമ്മതിക്കുമെന്നാണ്. ലെറ്റ്സ് ട്രൈ ഡിയർ. നാളെ രാവിലെ എനിക്ക് അയാളുമായി ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഒരു തീരുമാനം എടുക്കൂ. ടിൽ ദെൻ കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ബട്ട് മേക്ക് ഷുവർ ഓഫീസിൽ ആരും നമ്മുടെ റിലേഷനെ കുറിച്ച് അറിയരുത്. ഷുവർ. അല്ല, നീയും ആളത്ര മോശമൊന്നുമല്ല. ഈ ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കാതിരിക്കുകയായിരുന്നു. എങ്ങനെ ഒപ്പിച്ചടാ ഇതൊക്കെ? ഏതൊക്കെ? ഒരു തെളിവും ഇല്ലാതെയല്ലേ സഞ്ജുവിനെ നീ ട്രാപ്പ് ചെയ്തത്? ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ്? ഞാനോ? ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ശ്യാമേ, നമ്മുടെയൊക്കെ IT ഭാഷയെ പറഞ്ഞാൽ ഇമെയിൽ അക്കൗണ്ട് ഉള്ളവന് ടെലിഗ്രാം കൊടുത്ത് കളിക്കല്ലേ നീ? ഞാനും MD-യും ഗിരീഷും അല്ലാതെ സഞ്ജുവിന് പ്രൊമോഷൻ കിട്ടുന്ന കാര്യം അറിയാവുന്ന ഏക വ്യക്തി നീയാണ്. ദാറ്റ്സ് ട്രൂ. പക്ഷേ അവനെ ട്രാപ്പ് ചെയ്ത് ഞാനല്ല. ആൻഡ് ഐ മീൻ ഇറ്റ്. ഐ തോട്ട് യു പ്ലേഡ് ദി ഗെയിം. വാട്ട്? ആർ യു സീരിയസ്? ഓഫ് കോഴ്സ് യെസ്. ഞാനല്ല ഇത് ചെയ്തത്. ദാറ്റ്സ് സ്ട്രേഞ്ച്. ഐ തോട്ട് ഇറ്റ് വാസ് യു. നീ അല്ലെങ്കിൽ പിന്നെ who the hell is it? നീ കാഷ്വലായിട്ട് പണി കൊടുത്തപ്പോഴേ അവൻ കാഷ്വാലിറ്റിയിലെത്തി. അപ്പൊ നീ കോൺസെൻട്രേറ്റ് ചെയ്ത് പണി കൊടുത്തിരുന്നെങ്കിൽ അവനങ്ങ് കോമയിലേക്ക് പോയേനെ. ഇന്ന് നീ അതെന്നോട് പറയണം. എങ്ങനെയാ അവനെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചേ? എന്നിട്ട് വേണം ഞാൻ പണി ചോദിച്ചു വാങ്ങിക്കാൻ. അല്ലടാ. അത് ശരി. അങ്ങനെ നിനക്ക് എന്തൊക്കെ അറിയണം? ചോദിക്ക. എല്ലാം. 2 ആഴ്ച മുമ്പ് ഒരു ദിവസം, അന്ന് ഞാൻ ഓഫീസിൽ നിന്നിറങ്ങാൻ അല്പം വൈകി. പ്രൊമോഷന്റെ കാര്യം എന്തായി? MD അടുത്ത ആഴ്ച വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞുണ്ടാവും അനൗൺസ്മെന്റ്. ഹൗ അബൌട്ട് വിക്ടർ? സാറെന്ന് പറഞ്ഞത് വിക്ടറിനും ചാൻസ് ഉണ്ടെന്നല്ലേ? ദാറ്റ്സ് റൈറ്റ്. അവർ 2 പേരുമായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ആയത്. ഞാനും വിചാരിച്ചത് MD വിക്ടറിനെ സെലക്ട് ചെയ്യുമെന്ന്. പെർഫോമൻസ് വെച്ച് നോക്കിയാലും വിക്ടർ ഇസ് ബെറ്റർ ദാൻ സഞ്ജു. പക്ഷേ MD-ക്ക് സഞ്ജുവിനെ പ്രോജക്ട് മാനേജർ ആക്കാനായിരുന്നു താല്പര്യം. Why was that? വിക്ടർ ആളത്ര മെച്ചോർഡ് അല്ല എന്നൊരു ഫീല് MD-ക്കുണ്ട്. കുറെ നാൾ കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടിയ വലിയൊരു പ്രോജക്റ്റ് അല്ലേ, അതുകൊണ്ട് MD-ക്ക് റിസ്ക് എടുക്കാൻ ഒരു പേടി. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, സഞ്ജു ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രൊമോഷൻ വിക്ടർ തന്നെ കിട്ടിയെന്ന്. rather he had no choice. ഏതായാലും താനായിട്ട് ഇതിപ്പോൾ ആരോടും പറയാനൊന്നും പോകണ്ട.
ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. യെസ് സർ. കിട്ടുന്നവന്റെ ടൈം ഒരു കൊല്ലം ജർമ്മനിയിൽ അടിച്ചു പൊളിക്കുക, പിന്നെ നല്ലൊരു സാലറി ഹൈക്കും. വിക്ടർ ആളത്ര മെച്ചോർഡ് എന്നൊരു ഫീല് എംഡിക്കുണ്ട്. കുറെ നാൾ കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടിയ വലിയൊരു പ്രോജക്റ്റ് അല്ല, അതുകൊണ്ട് എം ഡിക്ക് റിസ്ക് എടുക്കാൻ ഒരു പേടി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സഞ്ജു ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രൊമോഷൻ വിക്ടർ തന്നെ കിട്ടിയെന്ന്. rather he had no choice. കമ്പനിയിൽ അവനേക്കാൾ 2 വർഷം സീനിയർ, ഏത് ജോലി ചെയ്യാനും ഒരു മടി ഇന്നേ വരെ കാണിച്ചിട്ടില്ല. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ ഞാനൊരു ആകും. അവസാനം മറ്റിടത്തെ ഒരു എക്സ്പ്ലനേഷനും ഞാൻ ഇമ്മച്ചുറാണ് പോലും. അവൻ്റെ അമ്മയുടെ ഇമ്മച്യൂരിറ്റി അതെങ്ങനാ? മീശ മുളച്ചു കഴിഞ്ഞാൽ പിന്നെ മസിലും പിടിച്ച് നിൽക്കുന്നതാ ഈ നാട്ടിലെ മെച്യൂരിറ്റി. എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണ്ടേ ഞാനൊരു അല്ലെന്ന്? അതിനവന് കൊടുക്കേണ്ട പണി എന്താണെന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ വേണ്ടിയിരുന്നത് അവൻ്റെ ലാപ്ടോപ്പിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ആയിരുന്നു. Poor guy. To believe me as a friend was his decision. To prove it right or wrong was my choice. And I took the wrong way. ടെക്നോളജി എന്ന് പറയുന്ന സംഭവം ഇത്ര ഡെവലപ്പ് ആയില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ മൂഞ്ചിപ്പോയനെ. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് മറിച്ചായിരുന്നു. പ്രാക്ടീസ് മേഡ് മീ ആൻ ഇംപെർഫെക്റ്റ് മാൻ ആൻഡ് എ ബെറ്റർ ക്രിമിനൽ. എനിക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു. ബിക്കോസ് ഐ ജസ്റ്റ് ഡിഡ് നോട്ട് വാണ്ടഡ് ടു ബി കോട്ട്. എന്നിട്ട് പാർട്ടി നടന്ന രാത്രി, ദാറ്റ് വാസ് എ ഡേ ഫോർ മീ. ഷേർലി പോയ ശേഷം ഞങ്ങൾ 5 പേർ മാത്രമായിരുന്നു റൂമിൽ. മ്യൂസിക്, ഡ്രിങ്ക്സ് ആൻഡ് ഫൺ. അത്യാവശ്യം നല്ല ഫോമിലായിരുന്നു എല്ലാവരും. ബട്ട് ഫോർ മീ, ഐ വാസ് ഗെറ്റിംഗ് റെഡി ഫോർ മൈ ജോബ്. അൺലിമിറ്റഡ് ഇന്റർനെറ്റ് എന്ന് കേൾക്കുമ്പോഴേക്കും ഓരോരുത്തന്മാരങ്ങ് ഇറങ്ങിക്കോളും. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവന്മാരുടെയും കമ്പ്യൂട്ടർ മുഴുവൻ സമയം നെറ്റുമായി കണക്റ്റഡ് ആയിരിക്കും. പിന്നെ ജാടയ്ക്കൊരു വൈഫൈയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർക്കറിയില്ലല്ലോ എന്നെ പോലെ ചില നല്ല കൂട്ടുകാരും ഇവർക്കുണ്ടെന്ന്. ഒരുത്തന്റെ അശ്രദ്ധയാണ് മറ്റൊരുത്തന്റെ അവസരം. അത് കമ്പ്യൂട്ടർ ആണേലും കെട്ടിയ പെണ്ണിന്റെ കാര്യത്തിലാണേലും. ഇവിടെ അവന്റെ അശ്രദ്ധയായിരുന്നു എന്റെ അവസരം. അവൻ ഫോണിൽ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് ഐ ഹാഡ് ടു ഫിനിഷ് മൈ ജോബ്. നെറ്റുമായി കണക്റ്റഡ് ആയിരുന്ന അവൻ്റെ ലാപ്ടോപ്പിലേക്ക് വൈഫൈ വഴി ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ലിങ്ക് ചെയ്തു. ആൻഡ് ദെൻ അവൻ്റെ ലാപ്ടോപ്പിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊണ്ട് എൻ്റെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിരുന്ന സ്ക്രീൻ ഷാഡോയിങ് സോഫ്റ്റ്വെയർ വഴി അവൻ്റെ ലാപ്ടോപ്പിൻ്റെ ആക്സസ് എനിക്ക് കിട്ടി. അവനറിയാതെ അവൻ്റെ ഡെസ്ക്ടോപ്പ് ഇപ്പോൾ എൻ്റെ മൊബൈലിലെ കൺട്രോളിലായി. അതങ്ങ് ഷട്ട് ഡൗൺ ചെയ്തേക്ക്. ലാപ്ടോപ്പ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് പകരം ഐ ടേൺഡ് ഇറ്റ് ഇൻ ടു പ്രൊജക്ടർ മോഡ്. പ്രൊജക്ടർ മോഡിലായ ഒരു ലാപ്ടോപ്പ് പെട്ടെന്ന് നോക്കിയാൽ സ്വിച്ച്ഡ് ഓഫ് ആണെന്നേ തോന്നും. ആൻഡ് ദ റെസ്റ്റ് വാസ് മാജിക്. ടെക്നോളജി കൊണ്ട് ചെയ്യാവുന്ന ഒരു മാജിക്. ഡെസ്ക്ടോപ്പിലുണ്ടായിരുന്ന അവൻ്റെ മെയിൽ ബോക്സ് ഞാൻ തുറന്നു. ഇവിടെയും ഭാഗ്യം എൻ്റെ പക്ഷത്തായിരുന്നു. ലാപ്ടോപ്പ് ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച അതേ യൂസർ നെയിമും പാസ്വേഡുമായിരുന്നു മെയിൽ ബോക്സിനും. അതിന് നന്ദി പറയേണ്ടത് എൻ്റെ കമ്പനിയോടാണ്. എൻ്റെ മൊബൈലിൽ ഞാൻ നേരത്തെ സേവ് ചെയ്തിരുന്ന മെയിൽ ഞാൻ അവൻ്റെ മെയിൽ ബോക്സിലേക്ക് മാറ്റി. എന്നിട്ട് ആ മെയിൽ ഞാൻ ക്ലയൻറ്റിന് അയച്ചു. അത് കഴിഞ്ഞ് അനന്തനെ പോലുള്ളവന്മാരുടെ കയ്യിൽപ്പെടാതിരിക്കാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ആക്ടിവിറ്റി ലോഗ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ആൻഡ് ദെൻ ലാപ്ടോപ്പും മൊബൈലും തമ്മിലുള്ള വൈഫൈ ലിങ്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് ഐ സ്വിച്ച്ഡ് ഓഫ് ഹിസ് ലാപ്ടോപ്പ്. അല്ല മച്ചു, നിന്റെ മൊബൈൽ എന്തുകൊണ്ട് ട്രേസ് ആയില്ല? നെറ്റ് കണക്റ്റഡ് ആയിരുന്നത് അവൻ്റെ ലാപ്ടോപ്പുമായിട്ടാണ്. മെയിൽ പോയതും അവൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ. അതുകൊണ്ടാണ് അതിൻ്റെ IP അഡ്രസ്സും സർവീസ് പ്രൊവൈഡറിൻ്റെ MAC ID എല്ലാം
അവന്റെ ലാപ്ടോപ്പുമായി ലിങ്ക് ആയത്. വൈഫൈയുടെയും സ്ക്രീൻ ഷാഡോ ആപ്ലിക്കേഷന്റെയും സഹായത്തോടെ എന്റെ മൊബൈലിൽ നിന്നും അവന്റെ ഡെസ്ക്ടോപ്പ് കൺട്രോൾ ചെയ്തു എന്ന് മാത്രം. Rather, my phone was only a source to shadow his laptop and do the job. അതുകൊണ്ട് തന്നെ to trace my mobile was next to impossible. നിനക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ സിനിമയിൽ നായകന് വേണ്ടി ഡ്യൂപ്പ് ഫൈറ്റ് ചെയ്യുന്നത് പോലെ. കൊറേ മനക്കെട്ടോ അല്ലേ? അളിയാ, എനിക്കൊരു സംശയം. 4 വർഷമായി നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അവനെ ചീറ്റ് ചെയ്ത് ശരിയാണോ മച്ചു? അല്ല, അവനെ എന്ത് ചെയ്യണമായിരുന്നു? അവന്റെ പ്രൊമോഷനും കണ്ടിട്ട് കയ്യും അടിച്ച് 4 പെഗും അടിച്ച് ബിരിയാണിയും കഴിച്ച് പിറ്റേ ദിവസം രാവിലെ അപ്പിയിടായിരിക്കണമായിരുന്നു. അതോ നിന്റെ എന്റെയും തന്തമാരെ പോലെ എല്ലാ ദിവസവും രാവിലെ മീൻ ലേലത്തിന് പിടിച്ച് ചന്തയിൽ പോയി വിൽക്കണമായിരുന്നു? പറ, അതാണോ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് വളരണം. അതിനാര് തടസ്സം നിന്നാലും ശരി, ഞാനിത് തന്നെ ചെയ്യും. അത് നീയാണെങ്കിൽ പോലും. ചുമ്മാ പോടുന്നു. മച്ചു, കോർപ്പറേറ്റ് ലോകത്ത് സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ല. ഇവിടെ താല്പര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം. അവനവന്റെ താല്പര്യങ്ങൾക്ക് മാത്രം. Hey guys, let me first wish Victor and Shyam a very happy birthday. And now it's time for us to announce the new project manager. And the new project manager is Shyam Padmanabhan. Congrats. Congratulations. Congrats. Thanks. Congrats, da. Congrats. Congrats. Congrats, Maju. വിക്ടറിനായിരുന്നു ഈ പ്രൊമോഷൻ കിട്ടേണ്ടിയിരുന്നത്. യുവർ പെർഫോമൻസ് വാസ് മച്ച് ബെറ്റർ ദാൻ സഞ്ജൂസ്. പക്ഷേ എംഡിക്ക് സമ്മതമായിരുന്നില്ല. ഐ തിങ്ക് വിക്ടർ ഈസ് ദ റൈറ്റ് ചോയ്സ്. ഈ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ വിക്ടർ അല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? ഇറ്റ്സ് എ ഗുഡ് ചോയ്സ് സർ. പക്ഷേ സർ, ഞങ്ങൾ ഈ കാര്യം നേരത്തെ സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും വിക്ടർ തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. ബട്ട് സാറിനെ പോലെ തന്നെ ഓഫീസിൽ മറ്റു പലർക്കും വിക്ടർ അത്ര മെച്യൂർഡ് അല്ല എന്നൊരു ഫീലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി മെച്യൂർഡായ ഒരാളെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ പ്രോജക്ട് ആൻഡ് വി കനോട്ട് അഫോർഡ് ദാറ്റ് സർ. പ്രത്യേകിച്ചും അന്നത്തെ ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട്. ബീയിങ് എ ഗ്രോയിങ് കമ്പനി, നമ്മൾ ടോപ്പ് മാനേജ്മെന്റിന്റെ ക്രെഡിബിലിറ്റിയെ അത് വീണ്ടും ബാധിക്കും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതെന്റെ ഒരു സജഷൻ മാത്രമാണ്. ദ ഡിസിഷൻ ഇസ് യോഴ്സ്. മിസ്റ്റർ മേനോൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇഫ് നോട്ട് വിക്ടർ, whom do you suggest? Choice is yours. Girish, you can give us a good suggestion. Sure, sir. I think Shyam would be the perfect choice. Sanjum, Victor കഴിഞ്ഞാൽ he is the next best. മാത്രമല്ല എംപ്ലോയീസിന്റെ ഇടയിൽ പുള്ളിക്ക് നല്ലൊരു ഇമേജും ഉണ്ട്. That's a good selection, Girish. ശ്യാം നല്ല പൊട്ടൻഷ്യൽ ഉള്ള എംപ്ലോയി ആണ്. ഐ അഗ്രി വിത്ത് യു. ഓൾ റൈറ്റ്, നിങ്ങളുടെ തീരുമാനം അതാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ വിത്ത് ദാറ്റ്. വിക്ടറിന് പകരം ഓക്കെ, അനൗൺസ് ശ്യാംസ് നെയിം. ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു വിക്ടർ, ബട്ട് ഇറ്റ് ജസ്റ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. ദാറ്റ്സ് ഓക്കെ സർ.
Can I leave now? Sure. Thank you, sir. Victor? Hey, Victor. Don't be upset. Relax. You know how the corporate world is. Huh? എനിക്കൊരു സംശയം. 4 വർഷമായി നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അവനെ ചീറ്റ് നീ അന്ന് നിന്റെ കമ്പനിയിൽ ഉണ്ടെന്ന് പറഞ്ഞ വേക്കൻസി ഇപ്പോഴുണ്ടോ? ഉണ്ട്. എന്ത് പറ്റിയല്ലയോ? ഓ, എന്നാ പറ്റാനാ? നിന്റെ ഓഫീസ് മെയിൽ ഐ ഡി ഒന്ന് അയച്ചോ. ഐ വോണ്ട് ടു ചേഞ്ച് മൈ ജോബ്. ക്യാൻ ഐ സെൻഡ് മൈ റെസ്യൂമേ? ഓ ഷുവർ, നോ പ്രോബ്ലം. എന്താ ഒരു ടൈമിങ്! അവന്റെ കോളായിരുന്നു. ജോലി വേണം പോലും. കളി തുടങ്ങിയല്ലേ ഉള്ളൂ. Now it's our turn. Thank you, Freddy.